എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനർ സ്ലീവാണ് തയ്ക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളുടെ ബ്ലൗസിനും കുർത്തിക്കൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഒരു ക്ലോത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ മുകൾ ഭാഗത്തെ നീളം 7 ഇഞ്ച് എടുക്കുക. താഴ്ഭാഗത്തെ നീളം നമ്മൾ എടുക്കുന്നത് 4 ഇഞ്ചാണ്. ഇനി കൈയുടെ വീതി എടുക്കുന്നത് 8 ഇഞ്ചാണ്. ഇനി നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ക്ലോത്താണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ആ 2.5 ഇഞ്ചിൽ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് താഴ്ഭാഗം വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത പീസിനെ നമുക്ക് 2.5 ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുക്കാം. ഇതുപോലുള്ള 6-7 പീസ് നമുക്ക് ആവശ്യമാണ്. ഇനി നമ്മൾ വേറൊരു കളർ ക്ലോത്ത് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ വെട്ടി വെച്ചിട്ടുള്ള ഈ സ്ക്വയർ പീസ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. താഴ്ഭാഗം വരെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസിൻ്റെ അതേ വീതിയിൽ തന്നെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ മെയിൻ ക്ലോത്ത് എടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കി മാർക്ക് ചെയ്യാം. ശേഷം നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് 2 പീസാക്കി എടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ക്വയർ പീസ് ഇതുപോലെ മടക്കി ഒന്നുകൂടെ മടക്കി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എല്ലാ പീസും നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ഒരു ചാനലിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിസൈനർ സ്ലീവ്സ് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് പോയി കാണുക. ഇനി നെക്സ്റ്റ് കളറും നമ്മൾ ഇതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി ഇത് ഓരോന്നായി നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളെല്ലാതും തന്നെ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് ജോയിൻ ചെയ്തതിന് ശേഷം തയ്ച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ
ആദ്യം ഒരു പീസ് എടുക്കുക. ഒരു പീസ് എടുത്തതിന് ശേഷം നമ്മൾ വേറെ കളറല്ലേ വെച്ചിട്ടുള്ളത്, അപ്പോൾ വേറെ കളർ വെച്ച് അതിൻ്റെ മേലെ വെച്ച് സ്റ്റിച്ച് ചെയ്യാം. അടുത്തത് നീല, പിന്നെ റോസ്, അങ്ങനെ മാറി മാറി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നായി മുകളിലേക്ക് വച്ചതിന് ശേഷം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെല്ലാതും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സൈഡ് ഭാഗം ഒന്ന് കറക്റ്റാക്കി കൊടുക്കുക. ഇനി നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചിട്ടുള്ള ഈ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ കൈയുടെ താഴ്ഭാഗം വരുന്ന സ്ഥലത്ത് നമുക്കൊന്ന് മടക്കി 1/4 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത സൈഡും നമുക്ക് ഇതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മുകളിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊരൊറ്റ മടക്കിയതിന് ശേഷം ഇതുപോലെ ഒറ്റ തവണ മടക്കിയതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം താഴ്ഭാഗം വരെ. ഇനി നമ്മൾ തയ്ച്ച് വെച്ചിട്ടുള്ള ഈ ഒരു ഡിസൈനർ പീസ് ഉണ്ടല്ലോ, ഇതിൻ്റെ മുകളിലേക്കായി നമ്മൾ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അടുത്ത ഭാഗത്തിൻ്റെയും കട്ട് ചെയ്ത ഭാഗം നമ്മൾ ഇതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആ മടക്കി സ്റ്റിച്ച് ചെയ്ത് വെച്ച അടുത്ത ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്ക് തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. നമ്മളുടെ ഭംഗിയുള്ള സ്ലീവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക് യു.